അങ്ങനെ രാവിലെയൊക്കെ എഴുന്നേറ്റ് തീയൊക്കെ കത്തിച്ച് ഭയങ്കര രസമാണല്ലോ. സ്വപ്നം വല്ലതും കണ്ടോ? എവിടെ പോവാ? ഇന്നാണോ പോകുന്ന ദിവസം? അപ്പം മറ്റേ ഇത് വേണ്ടേ? അല്ലെന്നേ, ഇത് കിട്ടിയില്ലല്ലോ, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്. ആ, എപ്പോഴാ അത്? 10 മണിക്കോ? സുന്ദരിയേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇല്ലേ? സിംബു, നീ വന്നേ. ഒന്നാ ദേഷ്യ. നീ വന്നേ, എവിടെ വന്നിരുന്നേ? എന്നെ പോയി താഴെ പോയി. വാഹാട്ട് താഴെ പോയി. പോടാ. അപ്പാ അപ്പുറത്തെ പറമ്പിൽ പോയി. സിംബ, നീ വന്നേ. അവളെ അടുത്ത് പിടിക്കാതെ. അപ്പൊ താഴെ പോയില്ലല്ലോ. സിംബ, നീ എന്തിനാ? ചുമ്മാ അടുത്ത് വരുന്നല്ലേ ഉള്ളൂ. ബാ സിംബ. ഓ കളിക്കല്ലേ അന്ന് പിന്നെ കാലിട്ട് കളിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവനോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നേ? അവൻ ചുമ്മാ സ്നേഹം കൊണ്ടല്ലേ. സിംബ, ഇവിടെ വന്നേ. മതി. ഓ എന്നാപ്പാ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. പാലൊക്കെ വൈകിട്ടല്ലേ മേടിക്കുന്നേ? ഇതിപ്പോ രാവിലെ അല്ലേ? എവിടെ പോകുമ്പോഴാ? സംഘത്തിൽ ഇന്നലെ പോയില്ലായിരുന്നോ മോനെ? ആ പോട്ട് മേടിക്കാം കേട്ടോ. ഓക്കെ. പിന്നെ മിടുക്കി, കുളിക്കരുത്. രാവിലെ പെട്ടെന്ന് പണി വെക്കണോ? നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ പോവാം. ഇതായിട്ട് കൺകുരു വേണോ? എന്നാ വാ, വന്ന് മിറ്റമൊക്കെ പെട്ടെന്ന് തൂക്ക്. എന്നിട്ട് പെട്ടെന്ന് പോകാം. യെസ്, അപ്പവും കടലയാ. ഗൂഗിള് കണ്ട് ഇനി ഇതേ ഞാനിപ്പോ തരാവേ. നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എണീറ്റ് ഉടനെ ഗൂഗിള് കാണല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് കഴിയട്ടെ, ഇപ്പൊ വേണ്ട. പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് ആലോചിക്കാം. വേണ്ട, നീ അഡിക്റ്റാ. വേണ്ട, ഇപ്പൊ ഒന്നും വെക്കണ്ട. ഗൂഗിൾ വെക്കണ്ടെന്ന് വെക്കണ്ട. നീ വേണം അലക്സയോട് പാട്ട് വെച്ചോ? പറഞ്ഞു അലക്സ പാട്ട് വെച്ചു തരും. വേണ്ട, ഗൂഗിളിന് വേണ്ട. ഇച്ചിരി ഇതാ കൂടുതലാ. എപ്പോഴും അവത്തെ തന്നെ. അതിന്റെ ആവശ്യമില്ല. ചൂയി വേണോ? അവനിങ്ങനെ ലാളിക്കണം. അതിനുവേണ്ടി അവനിങ്ങനെ അടുത്തോട്ട് ഓടി വരുന്നത്. സുഖിച്ചിരിക്കുന്നുണ്ടോ സുഖിമാൻ? നീ പൊടിയെന്ന് എന്നെ നോക്കിയിട്ട്. സിംബ ഇങ്ങ വാ മകനിങ്ങി വന്നേ മോനെ. എടാ പോടാ, ഇങ്ങി വന്നേ. അവളെ കയറി പോകാൻ പറ. ഇന്ന് വരും. കണ്ടോ വരും. കൂട്ടി കയറി പോകാൻ പറ. കൂട്ടി പോക്കോടാ.
എന്നാടി എന്തിയോള് ഗൂഗിൾ എടുക്കുവാണോ? അല്ല ഗൂഗിൾ വെക്കുവാണോ? ശ്യാമളമ്മ കണ്ണാടി വെക്കുന്നത് തലയ്ക്ക് കണ്ണ് കാണാൻ വേണ്ടിയാണോ? ആവശ്യമാകുമ്പോ ഉപയോഗിക്കും. എപ്പോഴും അത് വെക്കണമെന്നാണോ പറഞ്ഞേ? ആ സ്ഥിരം വെച്ചോണ്ടിരിക്കണമെന്നാണോ പറഞ്ഞേ? അത് ഈ കണ്ണാടിയല്ല. പിന്നെ പറഞ്ഞാ കേൾക്കത്തില്ലേ ചേട്ടാ? പിന്നെ മരത്തോട് കൂടി കൊണ്ടുവന്നോ? നല്ല ഡ്രസ്സാണെങ്കിൽ അത് ഊരിയിട്ടുണ്ട്. അത് മൊത്തം ഇത് റബ്ബർ കറയാവത്തില്ലേ? തീർന്നോ? ഓക്കെ. ഇപ്പം വെട്ടിക്കൊണ്ടുവന്ന ചേട്ടൻ്റെയാണ് പറമ്പ്. അച്ഛൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഹായം ചേട്ടൻ. നമ്മുടെ നേരത്തെ വീടിക്കകത്തുണ്ട് ചേട്ടൻ. ചേട്ടൻ പറഞ്ഞു അത് വെട്ടിയെടുത്തോളാൻ പറഞ്ഞായിരുന്നു. ഇതൊരു മരം തേനാശം അങ്ങനെ വെട്ടിയെടുത്തതാണ്. ഇത്രയും നാൾ മറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തീരാറായി ഏകദേശം. എന്നാ അടുത്ത് വെട്ടാൻ പോകണം. അടുത്ത് വെട്ടി തീർന്നെന്നാണ് പറഞ്ഞത്. ചെറുക്ക എന്നാടാ അത്? എന്നാ ക്യാമറയും കൊണ്ട് വരുമ്പോൾ എന്താ എല്ലും കഷ്ണം കൊണ്ട് വരുന്ന പോലെ അവന്. ക്യാമറയും കൊണ്ട് വരുമ്പോഴേ എല്ലും കഷ്ണം കൈ പിടിച്ച പോലെ ചാടി കയറി പിടിക്കും. ഇപ്പം ക്ഷീണിക്കുന്ന പോലെ ക്ഷീണിച്ചല്ലേ അങ്ങനെ ഇരിക്കുന്നേ. ക്ഷീണിച്ചായിരിക്കുന്നത്. പക്ഷെ അത് ക്ഷീണിച്ചല്ലോ. ആണോ? അവന് ആഹാരം കൊടുക്കുന്നല്ലേ. പിന്നെന്നാ ഇവൻ്റെ കൂടെ ഉള്ള മറ്റേ പട്ടികളില്ലേ, അവരെല്ലാം കൂടെ അലഞ്ഞില്ല ചേർന്നിട്ട് ഇത്രയും ക്ഷീണമില്ല. ക്ഷീണം തോന്നിയല്ല. അപ്പൊ എന്തേ? ആ ഇത് പിടിച്ചടി. ഇതേണ്ട് വേണ്ടേ? ഉണ്ട്. എന്നിട്ട് വിളിക്കേ. ശരി, അങ്ങോട്ട് വെച്ചാൽ അവൾ ഉറക്കമായിരുന്നു. എനിക്ക് തോന്നി എടുത്ത്. ഞാൻ വിചാരിച്ച അവളുടെ അമ്മയായിരിക്കും എടുക്കുന്നതെന്ന്. അവളെടുത്ത. പക്ഷെ ആ എനിക്ക് മേടിക്കണം, ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്നാ പറഞ്ഞു. ആന്ന് അറിയത്തില്ല അവള് പോകുമോ ഇല്ലാന്ന്. ഇതും കൂടെ വെച്ച അമ്മ എടുക്കണം. ഓയ്യാ തന്നെ എടുക്കാനാ ഫ്രിഡ്ജ് വെക്കുന്നത്. ഫ്രിഡ്ജോട്ടി വന്നപ്പോൾ നമ്മൾ ഓടി വന്നു. ആ പൂട്ടിട്ടൊക്കെ വരുന്നു. അല്ല അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിനടി ഇരിക്കത്ത്. ആ എടാ സിംബാവേ, ആ ഓടരുതെന്ന് പറയാൻ പറ്റുമോ? പട്ടിയുടെ ജോലി അതല്ലേ അല്ലേ? പട്ടി അമ്മ എന്നാ തൂക്കണ്ടല്ലോ. അപ്പം എടുത്ത് വെച്ചു. പട്ടി തോന്നാൻ എനിക്ക് ആരും വേറെ ആൾക്കാർ വന്ന് പട്ടി അവനോളും. പാട്ട് പോയി. മൊത്തം ഫ്രിഡ്ജിന്റെ പരിപാടിയാ. അറിയാം.
ആണോ? ആ സഹായിക്കണോ? വീഡിയോ എടുത്ത്. ഓ ഇവിടെ ഇങ്ങനെ ആക്കിയല്ലേ? ചുമ്മാ വെച്ചാ എത്ര മണിക്കൂറായോ ഒന്ന് തൂക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ദൈവമേ. നിന്നെങ്ങാനും തീരുവോ? എന്നാ നീ വന്ന് ഇത് ചെയ്യേ, കറി ഉണ്ടാക്ക്. ഒരു പെട്ടി ഞങ്ങൾക്ക് തരത്തില്ലല്ലോ. ആയിക്കോട്ടെ, കൊണ്ട് വെച്ചോ, നമുക്കൊന്നും വേണ്ട. ഞാ വീടിനകത്തോ? മോനെ, ഇന്ന് അമ്മ ഉണ്ടാക്കിയ കടലക്കറി എങ്ങനെ ഉണ്ടടാ? കൊള്ളാവുന്നേ ഉണ്ടല്ലോ, എല്ലാ പ്രാവശ്യം സൂപ്പർ. എന്നാ എന്നാ മുളക് പൊടിച്ചോ? മുളകൊക്കെ ഉണ്ടായിരുന്നു. മുളക് ഒരെണ്ണം മാത്രം കീറിയിട്ടുണ്ടായിരുന്നു. മോന് കിട്ടിയോ വെള്ളം? ഇങ്ങനെ ഇങ്ങനെ വെക്കുന്ന കയ്യ്? വെള്ളം തന്നെ തന്നു. ആരാണ്ട് പണി കഴിഞ്ഞെങ്കിൽ കുളിക്കും. മഹാറാണി കുളിച്ചേ അമ്മ മഹാറാണി. ചൂടാണോ? ആറിട്ട് കഴിക്കാം. ഇതെടുക്കണ്ട, വേണമെങ്കിൽ വേറെ എടുക്കണ്ട കേട്ടോ. ഇപ്പം മൊരിച്ച് രണ്ടെണ്ണം നോക്കും. ആദ്യമായിട്ടാണോ? അല്ല പിന്നെ ഇതുവരെ കുളിച്ചെന്നാ വന്നിട്ടുള്ളേ. ഒന്നെങ്കിൽ എല്ലാവരും എവിടെയെങ്കിലും പോകാൻ നോയമ്പാണെങ്കിൽ വല്ലതും ആണെ കുളിക്കുക. എന്നാലും ചന്ദനം വന്നിട്ട് എന്നാലും ഇത്രയും രാവിലെ കുളിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ജയച്ചാച്ചൻ ഇതൊന്നും കാണാനുള്ള ഭാഗ്യമില്ലല്ലോ. അത് നല്ലതല്ലേ പറഞ്ഞ കുളിച്ചെന്ന്? മോശമാണോ? പൈസ തേടാ അവിടെ ചെന്നിട്ട് അതിനകത്തെല്ലാം ഉണ്ടോ നോക്കി, നിന്റെ മാർക്ക് ലിസ്റ്റ് എല്ലാം ഉണ്ടോ നോക്കി. ആധാർ കാർഡ് എല്ലാം ഉണ്ടല്ലോ അല്ലേ? എന്റെ ബാഗ് വേണം തന്നൂടാ. എനിക്ക് ബാഗുണ്ട്. എന്നാ എടുക്കാൻ പറ്റേ? അമ്മേ സ്വന്തം മാർക്ക് ലിസ്റ്റ് ഞാൻ ബാഗിനകത്ത് മടക്കി കുത്തി കയറ്റി കൂടെ വെക്കണം. ഇവിടെ എന്തെടുത്തിയാ നീ പഠിക്കാൻ മടക്കൊന്നും വേണ്ട, ഇങ്ങനെ ഇരുന്ന കയ്യിലിരുന്ന എന്റെ കുഴപ്പം. ഞാൻ എന്റെ ബാഗ് എടുത്തോളാം. നാണക്കേട് വല്ലതും ഉണ്ടോ? ബാഗ് ലിസ്റ്റ് ഇരിക്കുന്നുണ്ട്. നീ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. രാവിലെ കുറച്ച് പണിയായിരുന്നു, വിറക് വെട്ടും പരിപാടിയൊക്കെ. വിറകൊക്കെ തീരാറായപ്പം അപ്പം ഈ കോടാലിയുടെ പിടി ഒടിഞ്ഞു പോയി. പിന്നെ ഇടയ്ക്കായി അതിനുവേണ്ടി കമ്പി ഊടം ഒക്കെ വെച്ച് ഓരോ ശ്രമം എത്തും. കോടാലിയൊക്കെ ശരിയാക്കി ഒരു തരത്തിൽ വിറക് കീറി കഴിഞ്ഞു. 2 കഷ്ണമുള്ളതിന്, പക്ഷെ നല്ല പാടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെയിൽ തെളിയും, പിന്നെ മൂടിക്കെട്ടും, പിന്നെയും വെയിൽ തെളിയും. അങ്ങനെ ഇന്നത്തെ കാലാവസ്ഥ. നാരായണിക്ക് കുറേ പേര് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, എങ്കിൽ കൂടെ കുറേ നമ്മൾ പ്രതീക്ഷയെക്കാട്ടി കൂടുതൽ ഗിഫ്റ്റൊക്കെ കിട്ടി. അതിൽ ചിലരൊക്കെ നാരായണയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു, പിന്നെ അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കണമെന്ന് പറഞ്ഞു.
ഭക്ഷണം മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ടാണ് പൈസ തരുന്നത്. ആ പൈസ നമുക്ക് അത്തരത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ തന്നെ അത് ചെയ്ത് അതിൻ്റെ അങ്ങനെയൊന്നും പറയാതെ തന്നിട്ടുള്ള പൈസയും ബാക്കി അല്ലാതെയുള്ള കുറച്ച് പൈസ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം അഡ്മിഷൻ്റെ ആവശ്യത്തിന് എത്ര രൂപ ചിലവാകും, എത്ര രൂപ വേണ്ടി വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടി. അപ്പം അതിനകത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെള്ളം നമുക്ക് തൽക്കാലം ഒരു പരിഹാരമുള്ള കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പിന്നത്തിന് മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം തന്നെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വിറകെല്ലാം അടുക്കി കഴിഞ്ഞു. ഉടനെ മഴയും തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് എടുക്കാൻ നിന്നാലേ തീരെയല്ല. വീണ്ടും മഴ. അടുത്തൊരു മഴ വരുന്നൊരു ലക്ഷണം കാണുന്നുണ്ടല്ലോ. ഇല്ല ഇതൊന്നില്ലേ? നീ ഓടുമായിരുന്നു? അമ്മ അവിടെ ആടി തൂങ്ങി വരുന്നുണ്ട്. അപ്പൊ ജയമ വന്നോ? അപ്പൊ ജയമ എന്തിയേ? കണ്ടില്ലല്ലോ. ഇത് ഇവിടെ കൂടെ വന്നിട്ടൊക്കെ അവിടെ എടുത്തില്ലെന്നും പറഞ്ഞോണ്ട് അവക്കെന്നാ പിന്നെ കാര്യം സംസാരിക്കുന്നില്ലേ? ഒരു കാഞ്ചപ്പ ഓഫ് ചെയ്യപ്പേ ഓഫ് ചെയ്തേ ഒരു കാര്യം ഗൂഗിൾ ഓഫ് ചെയ്യാം. പിന്നെ സമാധാനം ആർക്ക് പട്ടിക്ക് മണി അടിക്കുമ്പോൾ അറിയാം കേട്ടോ. ഇപ്പോൾ 1.5 കാർച്ച. പാല് പിടിച്ചോ? ചെറിയ പണിയായിരുന്നു. കണ്ടോ? ഒന്നരക്ക് എങ്ങാണ്ട് പോയിട്ട് കണ്ടത് നീലകാലൊക്കെ. ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നു. സാറ് മീറ്റിങ്ങിലായിരുന്നു. ആർക്ക് സ്കൂളിൽ പൂരിപ്പിച്ചു കൊടുക്കണം. അതിന്റെ ഒരു കോപ്പിയാണ് എടുക്കുന്നത് വേണ്ടത്. ഞാൻ പൂരിപ്പിച്ചു കഴിഞ്ഞ വേണ്ടി ഇനിയും കൊടുക്കാനായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നല്ലോ കയ്യില്. പൂരിപ്പിച്ചു കൊടുത്തു. കണ്ടോ? കുഴപ്പമില്ല, നീ എന്നെടുക്ക് വരുന്നു. ഞാനിവിടെ വിറക് നോക്ക് അകത്ത് കയറ്റി. അയ്യോ, രാവിലത്തെ ആ വിറകാണത്. അന്നേരം തന്നെ എല്ലാം എടുത്തല്ലേ എടുക്കാൻ. എന്ത് ചെയ്യാൻ പറ്റും? ഈ വീട്ടിലൊരാൺതരി നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നീ ചേട്ടല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ?
ഇവരെ കയറ്റിയില്ലേ? 6:15. പറഞ്ഞ കേട്ടവർക്കും എന്നാ പറയുന്ന കേട്ടവർക്കും വാവ് നല്ല വെട്ടം. ഇപ്പം മനുഷ്യരൊക്കെ ഇവിടെ ഇരുന്നാൽ കാണാം. മറ്റേ ചെറിയ വെട്ടമല്ലായിരുന്നു. എന്നാ ചപ്പാണോ ചേട്ടൻ? നിനക്കുള്ള ചപ്പാ അതൊക്കെ? ചപ്പ് ചന്ദ്രത്തിന് മേടിച്ചാൽ മറന്നുപോയി. നല്ല മഴ.